ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളത്തിന്റെ സ്വന്തം വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണും 2020 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തമ്മിലുള്ള സൗഹൃദം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചാ വിഷയമാണ്. ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം കളിക്കളത്തിന് പുറത്തേക്കും വളർന്നിരിക്കുന്നു എന്നതിന് തെളിവാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ തഗ് ലൈഫ് കമന്റ് യുദ്ധം. സൂര്യകുമാർ യാദവ് ഇന്ത്യൻ 2020 ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം സഞ്ജു സാംസൺ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3 2020 പരമ്പരകളിലും ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും തിളങ്ങിയ സഞ്ജു ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. കളിക്കളത്തിലെ ഇവരുടെ കൂട്ടുകെട്ട് പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇവർ വലിയ കെമിസ്ട്രി പങ്കുവെക്കുന്നുണ്ട്. സഞ്ജുവിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്ക് താഴെ സ്ഥിരമായി കമന്റ് ചെയ്യുന്ന ചുരുക്കം ഇന്ത്യൻ കളിക്കാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ്. ഇപ്പോഴിതാ സഞ്ജുവിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റും അതിന് താഴെ സൂര്യകുമാർ യാദവ് നൽകിയ കമന്റും അതിന് സഞ്ജു നൽകിയ കിടില മറുപടിയും എല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ തിരിപെടുത്തുന്നത്. IPL ശേഷം അമേരിക്കയിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ. തന്റെ യാത്രാ വിവരങ്ങളും ഫിറ്റ്നസ് വിശേഷങ്ങളും സഞ്ജു ആരാധകരുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജിം സെഷനിൽ നിന്നുള്ള ഒരു ചിത്രമാണ് സഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത്. ഫിറ്റ്നസ് ട്രെയിനർമാരും ബോഡി ബിൽഡർമാരുമായ റോബർട്ട് വിൽമോട്ട്, എലിനാവോ എന്നിവർക്കൊപ്പമുള്ള ചിത്രമായിരുന്നു അത്. ഏകദേശം അവിടെ എത്തി, ഇന്ന് ഈ ചാമ്പ്യന്മാർക്കൊപ്പമുള്ള മഹത്തായ സമയം എന്ന അടിക്കുറിപ്പോടെയാണ് സഞ്ജു ചിത്രം പോസ്റ്റ് ചെയ്തത്. കൂറ്റൻ മസിലുകളുള്ള 2 ബോഡി ബിൽഡർമാർക്ക് നടുവിൽ താരതമ്യേന മെലിഞ്ഞ സഞ്ജു നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. ഈ പോസ്റ്റിന് താഴെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്കൈ എന്ന ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന സൂര്യകുമാർ യാദവ് തന്റെ തഗ് ലൈഫ് കമന്റുമായി എത്തിയത്. ചേട്ടാ, ദയവായി അവരെ നല്ലൊരു ഫിസിയുടെ അടുത്ത് കൊണ്ടുപോകും, വീക്കം കൂടുതലാണ് എന്നായിരുന്നു സൂര്യകുമാർ യാദവ് മസിലുകളെ കുറിച്ച് കളിയാക്കി കമന്റ് ചെയ്തത്. സൂര്യയുടെ ഈ കമന്റ് നിമിഷ നേരം കൊണ്ട് വൈറലായി. എന്നാൽ സഞ്ജുവും വിട്ടുകൊടുത്തില്ല. ആഹാ, ഈ വീക്കം ഫിസിയോയ്ക്ക് പരിക്കേൽപ്പിച്ചേക്കാം എന്ന് പൊട്ടിച്ചിരിക്കുന്ന ഇമോജികളോടൊപ്പം സഞ്ജു കുറിച്ചു. ഇരുവരുടെ ഈ കമന്റ് യുദ്ധം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ ടീം അംഗങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തിന്റെയും ആത്മബന്ധത്തിന്റെയും നേർക്കാഴ്ചയാണ്. കളിക്കളത്തിൽ ഗൗരവകരാണെങ്കിലും കളിക്കളത്തിന് പുറത്ത് സൗഹൃദത്തിന് പുതിയ അധ്യായങ്ങൾ തുറക്കുകയാണ് ഈ യുവതാരങ്ങൾ. അതേസമയം സ്പോർട്സ് പെർണിയെ തുടർന്ന് കഴിഞ്ഞ മാസം അവസാനം ജർമ്മനി വെച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സൂര്യകുമാർ യാദവ് നിലവിൽ വിശ്രമത്തിലാണ്. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനത്തിന് മുമ്പ് അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പൂർണ്ണ ഫിറ്റ്നസോടെ തിരിച്ചെത്താനായാൽ ബംഗ്ലാദേശുമായുള്ള 2020 പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും. 3 വീതം ഏകദിനങ്ങളും 2020 മത്സരങ്ങളുമാണ് ബംഗ്ലാദേശിൽ ഇന്ത്യ കളിക്കുക. നേരത്തെ ഓഗസ്റ്റിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഈ പര്യടനം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അഭ്യർത്ഥന തുടർന്ന് സെപ്റ്റംബറിലേക്ക് മാറ്റുകയായിരുന്നു. സൂര്യകുമാർ യാദവിന്റെ വേഗത്തിലുള്ള തിരിച്ചുവരവിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടുകൾക്ക് ക്രിക്കറ്റ് ലോകം എന്നും സാക്ഷിയായിട്ടുണ്ട്. പരിക്കുമാറി കളിക്കളത്തിലേക്ക് എത്തുന്ന സൂര്യ സഞ്ജുവിനൊപ്പം വീണ്ടും ബാറ്റ് കൊണ്ട് വിസ്മയം തീർക്കുന്നതിനായി ആരാധകർ കാത്തിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിലെ രസകരമായ പോസ്റ്റിന് പുറമെ സഞ്ജു സാംസൺ മറ്റൊരു വലിയ വിഷയത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. IPL അടുത്ത സീസണിലെ കൂടുമാറ്റം. രാജസ്ഥാൻ റോയൽസ് വിട്ട് അദ്ദേഹം 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ IPL കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സഞ്ജുവിന്റെ മറുപടി ഒരു ചിരിയിൽ മാത്രമായിരുന്നു. അദ്ദേഹം ഈ കാര്യം നിഷേധിച്ചിട്ടില്ലാത്തതിനാൽ അഭ്യൂഹങ്ങളിൽ കഴിവുണ്ടെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. രാജസ്ഥാൻ റോയൽസ് ട്രേഡിന് തയ്യാറാണെങ്കിൽ സഞ്ജുവിനെ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് ചെന്നൈ സൂപ്പർ കിങ്സും പരസ്യമായി പ്രതികരിച്ചു കഴിഞ്ഞു. ട്രേഡ് വിൻഡോയിൽ റോയൽസ് വിട്ട് ചെന്നൈയിലേക്ക് സഞ്ജു മാറുമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയാൽ അത് IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടുമാറ്റങ്ങളിൽ ഒന്നായിരിക്കും. ധോണിയുടെ പിൻഗാമിയായി CSKയുടെ വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനുമാകാൻ സഞ്ജുവിന് കഴിയുമോ എന്ന് കണ്ടറിയണം. രാജസ്ഥാൻ റോയൽസിന് സഞ്ജു ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. രാജസ്ഥാന്റെ നായകനായി ടീമിനെ ഫൈനലിൽ എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ കൂടുമാറ്റം രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് ഒരു ഞെട്ടലായിരിക്കും. എന്തായാലും ഈ അഭ്യൂഹങ്ങൾ IPL അടുത്ത സീസണിന് ഒരുങ്ങുന്നതിന് മുമ്പേ തന്നെ വലിയ ആവേശം നിറച്ചിട്ടുണ്ട്. സഞ്ജുവിന്റെ കളിമികവും നേതൃത്വ ഗുണങ്ങളും CSKയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ട്രേഡ് നടന്നാൽ IPL ആരാധകർക്ക് ഒരു പുതിയ യുഗത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയും. സഞ്ജുവിൻ്റെയും സൂര്യകുമാർ യാദവിൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിലും കായിക ജീവിതത്തിലെയും ഓരോ നീക്കങ്ങളും ഇപ്പോൾ ആരാധകർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.